നമസ്കാരം. തെന്നലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് കുറച്ച് ബാന്തിനി പ്രിന്റഡ് സാരികളുമായിട്ടാണ്. അതിൽ കുറച്ച് സിൽക്ക് സാരീസും ഉണ്ട്, കുറച്ച് കോട്ടൺ സാരീസും ഉണ്ട്. സിൽക്ക് സാരി എന്ന് പറയുമ്പോൾ നമ്മളെ മൈസൂർ സിൽക്ക് സാരിയാണ് കേട്ടോ. അതിൽ ബാന്തിനി പ്രിന്റ് ചെയ്തിട്ടുള്ള സാരികളാണ്. നമുക്ക് സാരികൾ കണ്ടോക്കാം. ഇത് ആദ്യമായിട്ട് നമുക്ക് പിങ്ക് ആൻഡ് ഗ്രീൻ എടുക്കാം. ഇത് കണ്ടോ, പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലുള്ളത്. നല്ല ഭംഗിയില്ലേ കാണുവേ? നല്ല കോമ്പിനേഷൻ ആണ് പിങ്ക് ആൻഡ് ഗ്രീൻ. അതിന് അറ്റത്ത് ചെറിയ ഒരു കസവേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു രണ്ടറ്റത്ത് ചെറുങ്ങനെയുള്ള ഒരു കസവായിട്ടുള്ള സാരി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അത്ര ഭംഗിയുണ്ട് ഇത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? നല്ല കോമ്പിനേഷനാണ്. ഇതിന്റെ മുന്താണി എന്ന് പറയുന്നത് കണ്ടോ, ഇതിന്റെ മുന്താണി എന്ന് പറയുന്നത് ഇതാണ് കളറ്. ഗ്രീനില് വൈറ്റ് ബാന്തിനി പ്രിന്റഡ് ആയിട്ടുള്ള മുന്താണി, സിമ്പിൾ ആയിട്ടുള്ള സാരിയാണ്. ഇതിന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് ഇതാണ്, ഗ്രീന്. ബ്ലൗസ് കളർ ഗ്രീൻ ആണ്. അതിന്റെ രണ്ടറ്റത്തുമായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഇതേപോലെയുള്ള കസവ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 950 ആണ് കേട്ടോ. 950 ഫ്രീ ഷിപ്പിംഗ്. ഇനി അടുത്ത കളർ നമുക്ക് കാണാം. അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല ഒരു ഡാർക്ക് എന്ന് പറഞ്ഞൂടെ, ഒരു നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു മാംഗോ യെല്ലോ എന്നല്ല നമുക്ക് പറയാം. ആ കളറിലുള്ള ഒരു ആ കളറിനോട് ഒരു ഓറഞ്ച് കളറ് കോമ്പിനേഷൻ ആയിട്ടുള്ള സാരിയാണ്. മാംഗോ യെല്ലോ ആൻഡ് ഓറഞ്ച് എന്ന് പറയാം. ലൈറ്റ്, അത്ര ഡാർക്ക് ഓറഞ്ച് അല്ല, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച്. അതും നല്ല കോമ്പിനേഷനാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിന്റെ ഇതാറ്റത്ത് ഇങ്ങനെ തന്നെ കസവ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുന്താണി എന്ന് പറയുന്നത് ഇതാണ്. അതിന്റെ മുന്താണിന്റെ കളറ് ഇതാണ്. നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിന്റെ ബ്ലൗസ് ഈ കളറിലുള്ള ബ്ലൗസാണ്. ഇത് ബാൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇത് നിവർത്തി കഴിഞ്ഞാൽ നല്ല നീളം ഉണ്ടാവും. ഇത് ബാൻഡ് ചെയ്തിട്ടാണ്, നിവർത്തിയില്ല. ഈ കളറാണ് ബ്ലൗസ്. ഇതിന്റെ റേറ്റ് 950 ഫ്രീ ഷിപ്പിംഗ്. ഇനി നമുക്ക് അതിന്റെ തന്നെ കോമ്പിനേഷൻ നല്ല അടിപൊളിയാണ് കേട്ടോ. യെല്ലോ ആൻഡ് ലൈറ്റ് യെല്ലോ, ഡാർക്ക് അല്ല, ലൈറ്റ് യെല്ലോ ആൻഡ് ബ്ലൂവും ഗ്രീനും എല്ലാം കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതില് ബ്ലൂവിന് യെല്ലോ കോമ്പിനേഷൻ വരുമ്പോ അതിന്റെ അറ്റത്തായിട്ടൊരു ഗ്രീൻ കളർ ഉണ്ട് കണ്ടോ. അത് യെല്ലോവും ബ്ലൂവും കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്ന കളറാണേ അത്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? കണ്ടോ, ഇത് അതിന്റെ മുന്താണിന്റെ കളറ് നല്ല യെല്ലോ കളറ്. നല്ല ഭംഗിയുള്ള സാരികളാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. നല്ല ഭംഗിയുള്ള സാരിയാണ്. അതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ യെല്ലോ കളറാണ്. ഇതും ഞാൻ നിവർത്തിനില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോ, ഇങ്ങനെ കെട്ടിവെക്കുക ചെയ്യാം കേട്ടോ. എന്നിട്ടാണ് അത് ബാൻഡ് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത കളറ് യെല്ലോ ആൻഡ് റെഡ്. ഇത് ഒരു നല്ല ഭംഗിയുള്ള ഒരു തരം യെല്ലോ ആണ്. അതിന് റെഡ് കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. റെഡ് അതിന് ചെറിയ കണ്ടോ, രണ്ടറ്റത്തുമായിട്ട് ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സാരിയാണ്. മൈസൂർ സിൽക്ക് ആയതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ചിട്ട് ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. സാരികൾ ഉടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതിന്റെ മുന്താണി വരുന്നത് റെഡ് കളറിലാണ് കേട്ടോ. റെഡ് കളറിലെ നല്ല ഭംഗിയുള്ള മുന്താണിയാണ് കേട്ടോ. ഇതിന്റെ ബ്ലൗസിന്റെ കളറും ഇതുപോലെ തന്നെ റെഡ് കളറുള്ള ബ്ലൗസാണ്. ഇതിന്റെ റേറ്റ് 950 ഫ്രീ ഷിപ്പിംഗ് ആണ്. ഇനി ഉള്ള കളർ എന്ന് പറയുന്നത് ഓറഞ്ച് ആൻഡ് ബ്ലൂ ആണ്. ഓറഞ്ച് ആൻഡ് ബ്ലൂ, അതായത് നല്ല ഡാർക്ക് ഓറഞ്ചില് ബ്ലൂ ആണ് രണ്ട് ഭാഗത്തുള്ള കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ള കളർ കണ്ടോ. നമുക്ക് ബോർഡറിന് കൊടുത്തിട്ടുള്ള കളർ ബ്ലൂ ആണ്. അത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ നടുക്ക് വരുന്ന ഒരു ഡാർക്ക് പോലത്തെ ഒരു കളർ വരുന്നുണ്ട് കണ്ടോ. അതിന്റെ ബ്ലൗസ് മുന്താണിന്റെ കളർ എന്ന് പറയുന്നത് നല്ല
ബ്ലൂ ആണ് കേട്ടോ. ഇത് നല്ല ബ്ലൂ കളർ ബ്ലൗസ്, നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ. പിന്നെ ഇനി നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ കോട്ടൺ സാരി. ഇപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള സാരിയില്ലേ, ഇത് നല്ല പ്യുവർ ജാം കോട്ടൺ സാരിയാണ്. ഇതിപ്പം നമ്മൾ കാണുമ്പോൾ നമ്മൾ പുതുമയൊന്നും അങ്ങനെ തോന്നൂല, കോട്ടൺ ആയതുകൊണ്ട് ഒരു സാധാ സാരി പോലെ ഉണ്ടാകും. പക്ഷെ ഇത് കൊടുത്ത അത്ര കംഫർട്ട് ആയിട്ടുള്ള സാരിയാ. ഈ സാരി എന്താന്ന് വെച്ചാല് ഇതിപ്പം ഒരു 5 അടി, ഒരു 3, 4, 5, 5 അടി 5 ഇഞ്ച് വരെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ സാരി കംഫർട്ടായിട്ട് ഉടുക്കാൻ പറ്റുക. കാരണം അത്ര ഇത് കുറവാണ്, എന്താ പറയാ, നീളം കുറച്ച് കുറവാണ്. അതുകൊണ്ട് 5 ഇഞ്ച് വരെയുള്ള ആൾക്കാർക്ക് കുറച്ച് ഷോർട്ടായിട്ട്, എൻ്റെ അത്ര വരെയുള്ള ആൾക്കാർക്ക് 5 അടി 5 ഇഞ്ച്, മാക്സിമം 6 ഇഞ്ച് വരെ പോവാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ സാരി ഇടാൻ പറ്റൂ കേട്ടോ. ഇതെന്താ വെച്ചാൽ ഇതിന് കുറച്ച് നീളം കുറച്ച് കുറവുള്ള സാരിയാണ്. ഇതിന്റെ റേറ്റും 950 ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് വരുന്നത്. ഇത് ജാം കോട്ടൺ ആണ്, നല്ല മെറ്റീരിയലും നല്ല സാരിയുമാണ്. പക്ഷെ ഇതിന് ബ്ലൗസ് ഇല്ല കേട്ടോ. ബ്ലൗസ് നിങ്ങളെ കയ്യിലുള്ള എന്തെങ്കിലും ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ബ്ലൗസ് വാങ്ങിക്കേണ്ടി വരും. ഇതിന് ബ്ലൗസ് ഇല്ല, ഇത് ഒരു സാരി മാത്രം. പക്ഷെ സാരി എന്ന് പറഞ്ഞാൽ അടിപൊളി സാരിയാണ് കേട്ടോ, അത്രയും കംഫർട്ടായി. ഇനിയിപ്പോ നമുക്ക് ഭയങ്കര ചൂടില്ല വരാൻ പോകുന്നത്, ഭയങ്കര കംഫർട്ടായിട്ട് നിൽക്കും കേട്ടോ. നല്ല ഭംഗിയില്ലേ സാരി. ഇതിന്റെ റേറ്റും വരുന്നത് 950 ആണ്. ഇതിന്റെ മുന്താണിന്റെ കളർ വരുന്നത് ഇതുണ്ടോ, ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ. പിന്നെ ആ അറ്റത്ത് നമുക്ക് ഒരു ഇതുപോലെയുള്ള കസവുണ്ട് കണ്ടോ, നല്ല കസവുണ്ട്. ഇനി അതിൽ തന്നെ പിങ്ക് ആൻഡ് വയലറ്റാ വരുന്നത്. പിങ്ക് ആൻഡ് വയലറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുണ്ടോ, അത്ര സോഫ്റ്റ് ആയിട്ടും അത്ര നല്ല ഇതിലും നോക്കും, നല്ല ഭംഗിയുള്ള സാരികളാ. അതിന്റെ മുന്താണിന്റെ പാട്ടാണിത്. ഇതിന് ബ്ലൗസ് ഇല്ല. അതുപോലെ കുറച്ച് നമുക്ക് ഒരു നീളവും കുറവുള്ള സാരിയാണ്. ഒരു സാധാ ഒരു ഹൈറ്റുള്ള ആൾക്കാർക്ക് മാത്രം എത്തുന്ന സാരിയാണ് കേട്ടോ. കുറച്ച് ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഇത് വാങ്ങിക്കണ്ട. മൈസൂർ സിൽക്ക് സാരി ഓക്കെയാണ്, എല്ലാ ഹൈറ്റുള്ള ആൾക്കാർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. ഓക്കെ, ഇതിന് കുറച്ച് ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണ്. പിന്നെ ഇത് കൂടാണ്ട് ഞാനിട്ട ഈ സാരി, ഇങ്ങനെ 3 സാരികളാണ് ഞാൻ ഇന്ന് കോട്ടന്റെ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റേതെല്ലാം മൈസൂർ സിൽക്ക്. അതിന്റെ മുന്താണി എന്ന് പറയുന്നത് ഇതാണ്, ഇതിന്റെ മുന്താണി. ഇതിൽ ഞാൻ ഇനിയും ബാൻഡ് ചെയ്തുള്ള ഭാഗമൊന്നും മുഴുവൻ ഞാൻ ക്ലിയർ ആക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ഇതുപോലെ തന്നെ ഇടാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇടാം, അയൺ ചെയ്ത് നീറ്റാക്കിയിട്ട് കുറച്ചുകൂടി അങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളെങ്കിൽ അങ്ങനെ ഇടാം, നമ്മളെ സൗകര്യം പോലെ. അതിന്റെ നല്ല ഭംഗിയുണ്ട്, ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി പുതിയ വീഡിയോ ആയിട്ട്, പുതിയ ഐറ്റംസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ ദിവസവും പോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ കാണിച്ച സാരികളിൽ ആവശ്യമുള്ളവർ എനിക്ക് വാട്സപ്പ് ചെയ്യുക. ഞാൻ വാട്സപ്പ് സ്ക്രീനിൽ കൊടുക്കും, വാട്സപ്പ് നമ്പർ, അതിൽ വാട്സപ്പ് ചെയ്യാം. ഇത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ